സോ റോഷി സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു ഇവൻറ്റിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫൗണ്ടേഷൻ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ അണ്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ടീച്ചേഴ്സിനെ, അതായത് സ്പെഷ്യൽ കെയർ വേണ്ട എല്ലാ കുട്ടികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ് കൊടുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ മൊത്തം അവരെല്ലാവരും, അതായത് ഫൈസൽക്ക് നേതൃത്വം നൽകി ഒരുപാട് ആൾക്കാരായി, മെഹ്റൂഫ്ക്കുണ്ട്, ഷാജിക്കുണ്ട്, അക്ബർക്കുണ്ട്, ഒരുപാട് ആൾക്കാർ, ഇസ്മായിൽക്കുണ്ട്, എല്ലാവരും കൂടി നടത്തുന്ന ഒരു വെഞ്ചറാണ്. അപ്പോൾ അത് എന്നും അതിന് വിജയം ഉണ്ടാവട്ടെ, എന്നും ഒരുപാട് കുട്ടികൾ ഇതേപോലെ ടേക്ക് ചെയ്യാൻ അവർക്ക് പറ്റട്ടെ, കുറച്ചുകൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓൾ ദ ബെസ്റ്റ്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ അല്ല പിന്നെ ഇന്ന് വിളിച്ച ഉടനെ വന്നു, ഇത്രയും തിരക്കിനിടയിൽ എന്താ അതിന്റെ രഹസ്യം? എന്താ ഞാൻ അനാൻഷൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ തന്നെയാണ്. അദ്ദേഹത്തിന് നല്ലൊരു പിതാവിന്റെയും നല്ല ഉമ്മയുടെ മകനാണ്. അവരുടെ മനസ്സിൽ നന്മകളുണ്ട്. അതേ നന്മകള് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രദറായിട്ടുള്ള, അദ്ദേഹത്തിന്റെ താഴെയുള്ള 2 ബ്രദേഴ്സ്. ഇപ്പം അനാർഷാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ഒട്ടൊക്കെയുള്ള ഫാമിലി, കുടുംബങ്ങൾ, കാരണം ഇദ്ദേഹത്തിന്റെ ഫാമിലിനെ ചേർത്ത് പിടിക്കുന്നതാണ്. സത്യം പറയുകയാണെങ്കിൽ ഉമ്മാനുപ്പാനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മൂപ്പര് ഫാമിലിനെ ചേർത്ത് പിടിക്കും, സ്വന്തം അനിയന്മാരെ വളർത്തിക്കൊണ്ടുവരും, തൊട്ടടുത്തുള്ള വീട്ടുകാരെ വളർത്തിക്കൊണ്ടുവരും. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു നന്മയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. അദ്ദേഹത്തിന് നോ എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഫൈസൽക്കിനെ വിളിച്ചത് ഒരു ബിസിനസ് ആവശ്യാർത്ഥമായിട്ടല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിളിക്കുന്ന ഫൈസൽഖാനോട് പറഞ്ഞു, നാളെ നേരം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. ഹൈറാവട്ടെ. എന്തായാലും അനാൻഷ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പാർട്ടാവാണ്, നമ്മളുടെ ഒരു നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറാണ്. ഫൈസൽക്ക ഇന്നലെ ക്ഷണിച്ച സമയത്ത് തന്നെ പറഞ്ഞത് ഹനാനെ നമുക്കൊരു ഗസ്റ്റ് ആയിട്ടല്ല വേണ്ടത്, നമ്മളുടെ ഒരു കുടുംബാംഗമായിട്ടാണ് വേണ്ടത്. കാരണം ഇത്തരത്തിലും പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ഥാപനമാണ്. അതായത് ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനം പോലെ ജീവിതകാലം മുഴുവൻ ഈ കുട്ടികളുടെ കൂടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് അല്ലേ. ഇന്ന് ഞങ്ങൾ കൂടിയത് കോഴിക്കോട്ടെ സെയ്ത്തൂൺ റെസ്റ്റോറൻറ്റിലാണ്. അതായത് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഭിന്നശേഷിക്കാർക്ക് സന്തോഷത്തിനും വേണ്ടി അവർക്ക് ഫുഡ്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എല്ലാ മാസവും ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഈ ഹ്യൂമാനിറ്റി ചാരിറ്റബിളിൻ്റെ ഭാരവാഹികൾ നൽകും. പ്രത്യേകിച്ച് മലബാർ ഫൈസൽക്കയെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ, അതായത് ജീട്ടക്കിൻ്റെ മറൂഫ്ക്കുണ്ട്, മൈജിയുടെ ഷാജിക്ക, പിന്നെ ഒരുപാട് ബിസിനസ്സുകാർ, നല്ല സോഷ്യൽ വർക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ പ്രോഗ്രാമിൽ പിന്നെ MLA-മാരും മറ്റും ഒരുപാട് പ്രമുഖരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വലിയ ഹാപ്പി ഉണ്ട്. അതിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. ഇവരുടെ ഒരു ഹാപ്പിനെസ് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ ഒരു വലിയ ഏറ്റവും മഹത്തായ സേവനം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡ് മുഴുവനും സ്പോൺസർ ചെയ്തത് സെയ്ത്തൂൺ റെസ്റ്റോറൻറ്റ് സൗജന്യമായിട്ട് നൽകിയിട്ട് ആ ഒരു ഹാപ്പിനെസ്സും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സോറി ജബാറാജി, എന്താ പറയുക, പിന്നെ ഏറ്റവും വലിയ ചാരിറ്റി നടത്തുന്ന ഒരാളാണ്. ഞങ്ങളുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നതിലുപരി എനിക്ക് തോന്നുന്ന ഒരു മാസം 45 ലക്ഷം രൂപ വേണം നമ്മുടെ കൊണ്ടോട്ടി ഡയാലിസിസ് സെന്റർ. ക്ഷമ ശരിയല്ലേ? ഓക്കെ. അങ്ങനെയുള്ള ഒരാൾ എന്താണ് ഹ്യൂമാനിറ്റിയെ കുറിച്ച്, ഇന്നത്തെ പരിപാടിയെ കുറിച്ച്? ഹ്യൂമാനിറ്റിയിൽ ഞാൻ അവിചാരിതമായിട്ടാണ് എനിക്ക് എത്തിപ്പെട്ടത്. ഇന്നാണ് എന്നോട് നിർബന്ധം ഈ പരിപാടി പങ്കെടുക്കണമെന്നുണ്ട്. തിരക്കുകൾക്കിടയിൽ ഞാൻ ഓടിയെത്തി. കാരണം ഹ്യൂമാനിറ്റിയെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം. അതിൻ്റെ സംഘാടകരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഡയാലിസിസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. എത്ര കുട്ടികളെ നമ്മൾ പോറ്റുന്നത്? നമുക്ക് 278 കുട്ടികളാണുള്ളത്. അതിൽ ശരിക്കും നമ്മുടെ സ്ഥാപനം ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മുടെ സ്ഥാപനം കോഴിക്കോട് ബീച്ചിന് സാത്ത റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണ് നമ്മുടെ റെസിഡൻഷ്യൽ കെയർ. സ്കൂൾ വരുന്നത് കല്യാൺ കേന്ദ്രയുടെ ബാക്കിലാണ്. അതുപോലെ തന്നെ നമുക്ക് നടുവട്ടത്ത് മറ്റൊരു സ്ഥാപനമുണ്ട്. 4ഓളം സ്ഥാപനമുണ്ട് നമുക്ക്. കാര്യമല്ല കേട്ടോ.